നാരായണീയ ദിനമായിട്ട് നമ്മൾ ആചരിക്കാറുള്ളത് എല്ലാ വർഷവും വൃശ്ചികം 28-ാം തീയതിയാണ്. ഈ കൊല്ലം അത് വരുന്നത് ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ്. ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ കാവ്യമാണ് നാരായണീയം. നാരായണീയം നിത്യവും വായിക്കുന്നതിലൂടെ രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ നീങ്ങി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകും എന്നുള്ളതാണ് വിശ്വാസം. കൂടാതെ ഈ നാരായണീയ ദിനത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം അത്യുത്തമമാണ്. നാരായണീയത്തിൻ്റെ ഉത്ഭവകഥ എങ്ങനെ നോക്കാം. ഒരിക്കൽ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവായിരുന്ന അച്യുത പിഷാരടി പക്ഷവാതം പിടിപെട്ട് കിടപ്പിലായി. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാതന കാണാൻ വയ്യാണ്ട് മേൽപ്പത്തൂര് തൻ്റെ യോഗശക്തിയാൽ ആ വാതരോഗം തന്നിലേക്ക് എടുത്തു. അങ്ങനെ ഭട്ടതിരി പിന്നെ രോഗശാന്തി ഉപായം അന്വേഷിച്ചിട്ട് എഴുത്തച്ഛൻ്റെ അടുത്തെത്തി. അങ്ങനെ എഴുത്തച്ഛൻ ഭട്ടതിരിയോട് പറഞ്ഞു, മീൻ തൊട്ട് കൂട്ടാൻ ഉപദേശിച്ചു. അപ്പോൾ ഭട്ടതിരി ബുദ്ധിമാനായ മേൽപ്പത്തൂരിന് അതിൻ്റെ സാരം മനസ്സിലാവുകയും ഗുരുവായൂരപ്പ സന്നിധിയിലെത്തിയിട്ട് മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലാവിലാസങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നാരായണീയം എന്ന സംസ്കൃത കാവ്യത്തിൻ്റെ രചന ആരംഭിച്ചു. അങ്ങനെ 100 ദശകങ്ങളായിട്ട് 100 ദിവസം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത്. ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. 100-ാം ദിവസം രോഗവിമുക്തനാവുകയും ആയുരാരോഗ്യ സൗഖ്യത്തോടെ മടങ്ങുകയും ചെയ്തു.